കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്കാരുടെ ചുമതലകളും പണികളും ഒക്കെയാണ്. ശരിക്കും 14 ഇല്ലങ്ങളിലെ, അതായത് കോഴിക്കോട് കാരശ്ശേരിയിലുള്ള 14 ഇല്ലങ്ങൾക്കായിരുന്നു സാമൂതിരി ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തിക്കാരായിട്ട് ജോലി ചെയ്യാൻ അധികാരം കൊടുത്തിരുന്നത്. അതിലെ ഒരു ഇല്ലം അന്യം നിന്നുപോയി. ഇപ്പോൾ ഉള്ളത് 13 കീഴ്ശാന്തി ഇല്ലങ്ങളാണ്. അത് ശരിക്കും 150ഓളം പേരുടെ അധ്വാനമാണ് ഇപ്പോൾ കണ്ണന് ഉള്ളത്. അതായത് പാൽപ്പായസം വെക്കണം, 7 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ള പാൽപ്പായസം ഉണ്ടാക്കണം. അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അഷ്ടമി രോഹിണിക്കൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. പിന്നെ ചന്ദനം അരയ്ക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഷ്ടമി രോഹിണിൻ്റെ അന്ന് അത്താഴപൂജയ്ക്ക് 44,000 നെയ്യപ്പം നേദിക്കണം. പിന്നെ തൃപ്പുത്തരിക്ക് 3000-ലേറെ നാളികേരം ചിരകി പാലെടുത്ത് പുത്തരി പായസം തയ്യാറാക്കിയിട്ട് ഉച്ചപൂജയ്ക്ക് നിവേദിക്കണം. തിരക്കുള്ള ദിവസം 7-8 ലക്ഷം രൂപയുടെ പാൽപ്പായസം. അത് ഒക്കെ ഇവർ തന്നെ ചെയ്യേണ്ടത്. ഈ ചന്ദന അരയ്ക്കലും അല്ലാതെ ഇതിനൊന്നും അവിടെ മെഷീനറീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കൈകൊണ്ടുള്ള ദേഹാധ്വാനം തന്നെയാണ്. പിന്നെ ആനപ്പുറത്ത് കയറലും ശ്രീലകത്തേക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ഇവർ ഉപദേവന്മാർക്ക് പൂജ ചെയ്യലൊക്കെ ഈ കീഴ്ശാന്തിക്കാരാണ്. അത് 13 ഇല്ലത്തെ ആളുകളാണ്. ഇപ്പോൾ ഒക്കെ ഗുരുവായൂരിനെ താമസമാക്കിയിരുന്നു. എല്ലാവരും അവിടെ തന്നെയായി. അവർക്ക് നല്ല വർക്കുണ്ട്. പിന്നെ ഇവർക്കൊരു സമയം, അതായത് പൂജയ്ക്കുള്ള ഒരു സമയം തന്നെയല്ല, അവർ ഈ ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഗുരുവായൂരപ്പന് പ്രവർത്തി പണം എന്ന് പറഞ്ഞിട്ട് എടുത്തു വയ്ക്കും. ആ എടുത്തു വയ്ക്കണത് കൊണ്ട് കന്നിമാസത്തിൽ 1 മുതൽ 12 വരെ അവരുടെ വീട്ടുകാരെല്ലാവരും കൂടി കണ്ണനെ ഭജിക്കും. അവർക്ക് നിർമ്മാല്യം മുതൽ തൃപ്പുക വരെ പരമാവധി സമയം അവർ ക്ഷേത്രത്തിൽ ജപിച്ചും തൊഴുതൊക്കെ കഴിയും. മാറ്റിവെച്ച പൈസ ഉണ്ടല്ലോ, ആ പൈസ കൊണ്ട് കന്നി 12-ൻ്റെ അന്ന് കണ്ണന് കാളനും പാലടയും വിശേഷ വിഭവങ്ങളൊക്കെ ആയിട്ട് അത്താഴം നേദിക്കും. അത് ഇവരുടെ ആ ജോലി എടുത്തതിൽ ഉള്ള ബാക്കി പൈസയാണ്. വളരെ നല്ല ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ സേവ ഉണ്ടാവുകൊണ്ട്, ഗുരുവായൂരപ്പൻ സഹായിക്കൊണ്ട്, കാരണം ചെമ്പൊക്കെ ഒറ്റയ്ക്കൊക്കെ പിടിച്ചു വെക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ അവർക്കതിന് കഴിയുന്നു. ഹനുമാൻ സ്വാമി ചെയ്യും എന്ന് പറഞ്ഞ പോലെ കണ്ണൻ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഇവർക്ക് 100 പറ അരി, 100 നാരായം അരിയുടെ ഒരു വലിയ നമസ്കാര സദ്യ വഴിപാട് വന്നു. അപ്പോൾ അവർ പെട്ടെന്ന് അത് ചെയ്യാൻ പറഞ്ഞ ആ സമയത്ത് കീഴ്ശാന്തിക്കാർക്കൊക്കെ ആകെ ആശങ്കയായി. എന്തായാലും അവരെല്ലാവരും പുലർച്ചെ നമസ്കാര സദ്യ ഒരുക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ഉണ്ണിയും കൂടി ഉണ്ടായിരുന്നു. ആ ഉണ്ണി ഒക്കെ വേഗത്തിൽ സദ്യയൊക്കെ റെഡിയാക്കി. പിന്നെ ദക്ഷിണ വാങ്ങാൻ എല്ലാവരും കുളിക്കാൻ പോയ ഈ ഉണ്ണിയെ കാണാനില്ല. എല്ലായിടത്തും തിരഞ്ഞപ്പോഴും കാണാനില്ല. ആ ദക്ഷിണ മാറ്റി വെച്ചു. അത് ഗുരുവായൂരപ്പന് കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ ചില കീഴ്ശാന്തി ഇല്ലങ്ങളിലുള്ള ആൾക്കാർക്ക് സ്വപ്ന ദർശനം ഉണ്ടായിത്രേ അന്ന് കൂടെ ഉണ്ടായിരുന്നത് ഗുരുവായൂരപ്പനാണെന്ന്. അതുകൊണ്ടാണ് അന്ന് മുതൽ വലിയ നമസ്കാരം ഉണ്ടായ ഒരു വിഹിതം ഗുരുവായൂരപ്പന് നൽകും. പിന്നീട് പ്രവൃത്തി പണത്തിൻ്റെ വിഹിതം കൂടി മാറ്റിവെക്കും. അങ്ങനെയാണ് ഈ കന്നിമാസം 12-ാം തീയതി ഗുരുവായൂരപ്പന് സദ്യ കൊടുക്കുന്നത്. ഇപ്രാവശ്യം പിന്നെ ഇനി വരുന്നത് കന്നി 12 ഏകാശിയാണ്. അതിനാൽ അത്താഴം കന്നി 13-നാണ്. നല്ല ജോലിയാണ്.
പക്ഷേ ഈ ഞാൻ പറയുമ്പോൾ ഇതിനൊക്കെ അപ്പുറം ആ ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള മഹാഭാഗ്യമാണ് എന്നേക്കും ഈ 13 ഇല്ലക്കാർക്കും കിട്ടിയിരിക്കുന്നത്. അത് അവരെ പൂർവ്വ പുണ്യ സുഹൃതം തന്നെയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ.